അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇറച്ചി നേരിയ മുളകറി വെക്കും. നേരിയ മുളകറി കട്ടിയല്ല, നേരിയത്. അതിനുവേണ്ടി ഒരു കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തത്. അങ്ങനെ ഒരു ഉള്ളി അത്തേക്ക് സിലമ്പർ ഇട്ടുകൂടാം. ഇറച്ചി മുളകറി നേരി വെച്ചില്ല, അതിൽ കട്ടി കുരുമോ ചുടത്താക്ക് നേരി വെള്ളയിൽ സിലമ്പറൊക്കെ ഞാൻ ഇതുവരെ ഇറച്ചിക്കൊടുക്കൊന്നും വേണ്ട. അവിടുന്ന് ആകുമ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കണം. ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പൊടിച്ചാൽ അത് ആദ്യം ചേർത്ത് നല്ല മണം. വെളുത്തുള്ളി ആദ്യം ഇട്ടാൽ പിന്നെ 2 തക്കാളി കുറച്ചൊരു നെല്ലിക്കര അത്ര വേണ്ട, അതിലും ചെറുതായിട്ടൊരു കൂടിയിട്ടാവും. ഞാനധികം കിട്ടില്ല, ചിലവർക്ക് വേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നില്ല. നിങ്ങളും വേണം അങ്ങനെ ചേർത്ത്. പക്ഷെ അടിപൊളി കറിയാന്ന് പറയുന്നത് ഞാൻ പറയുന്നുണ്ട്, കൂട്ടിയവർ പറയുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കും. പച്ചമുളക് ഒന്നേ ഉള്ളൂ, മുളക് ചേർത്ത് അതും ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത്. നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. മറ്റേ ഭയങ്കര വിഷമെന്നല്ല പറയും, കല്ലുപ്പ് നല്ലത്. കല്ലുപ്പാന്ന് ഇടുന്നത്. ഞാൻ ഒറ്റ ഇടില്ല, അളവിന് പാകം. പിന്നെ ഇടണ്ട, കറക്റ്റാണ്. നല്ലോണം പൊരിഞ്ഞ ഉള്ളി നല്ല മണമുണ്ടാകും. ഞാൻ ഇന്നലെ ഇറച്ചി നല്ലോണം പൊരിച്ചിട്ടല്ല ഉള്ളി ഇടുന്നു. അതുകൊണ്ടല്ല ഇറച്ചിച്ചാറ് ഭയങ്കര ഇത് പൊരിഞ്ഞെടുക്കണം. ഒന്നും തന്നെ നമ്മളിപ്പം ബിരിയാണി വെക്കുന്നതും പച്ചക്കറി ഉള്ളി നല്ലപോലെ വാടി 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 വരണം പൊരിഞ്ഞിട്ട്, എന്നാലേ ആ ടേസ്റ്റ് കൊടുക്കും. ഉള്ളി നല്ലപോലെ പൊരിഞ്ഞ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി ഇട്ടാൽ പിന്നെ ഇതാവില്ല. ഉലുവ എടുത്തിട്ടാണ് കൊടുത്ത്. ഉലുവ പൊടി ഉണ്ട് ഇവിടെ വേണ്ട. ഉലുവ തന്നെ എടുത്ത് ഞാൻ കച്ചുന്നീര് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഇതാ കുറച്ച് ഒരു മണത്തിന്. ബീഫിന് ഏറ്റവും തന്നെയാണ് ഉലുവാപ്പൊടി, നല്ല മണം കൊടുക്കും. കുരുമുളക് പൊടി ഇതല്ലേ. അങ്ങനെ ഉലുവാപ്പൊടി ഇട്ട ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മതി. ബീഫിന് കുരുമുളക് ഇല്ലെങ്കിൽ പിണ്ടി പോലെ ഉണ്ടാവും. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുക. ആ കുരുമുളക് പൊടി തക്കാളി ചേർത്ത ശേഷം നല്ലോണം പാടണമെന്നില്ല. നമ്മൾ ബീഫ് കൂക്കുമ്പോൾ തന്നെ തക്കാളിയെല്ലാം നല്ല ഒരുപോലെ ബന്ധം ഉടഞ്ഞോളൂ. അതുകൊണ്ട് നല്ലോണം ഇതാക്കണമെന്നില്ല. പിന്നെ ബീഫ് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി എടുത്തു. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
2.5 സ്പൂൺ മുളക് പൊടി, ഇത് നന്നായി ഒന്ന് ഇളക്കുക. ആ എണ്ണയിലെ മുളക് പൊടി ഒന്ന് നല്ല മിക്സ്ഡായിട്ട് വരണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുക്കറിൽ നിന്ന് വെള്ളം വരുമെങ്കിലും കുറച്ച് നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അത്ര ചേർത്ത് കൊടുത്തിന് വേവിക്കാൻ. അങ്ങനെ നമ്മുടെ മുളക് കറി ഇവിടെ റെഡിയായി. മാഷാ അല്ലാ, അടിപൊളി കറി ഇതാ. എന്തൊരു ടേസ്റ്റ്, എന്തൊരു മണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിസ്മില്ലാ.